ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദേവ്സ് കുക്കിംഗ് വേൾഡ്. ഇന്ന് ഞാനൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഹെൽത്തി മാത്രമല്ല, വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ബ്രേക്ക്ഫാസ്റ്റാണ്. ഇതിൻ്റെ വീഡിയോയിലേക്ക് പോകാം. ഞാനിന്നൊരു ദാൽ കറിയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അതിൻ്റെ റെസിപ്പിയിലേക്ക് പോകാം. ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്: ഒരു ബൗൾ നിറയെ സാമ്പാർ പരിപ്പെടുത്തിട്ടുണ്ട്. ഞാൻ 2 വലിയ വെളുത്തുള്ളി ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു ടൊമാറ്റോ സ്ലൈസ് ചെയ്ത് വേണം. അതുപോലെ തന്നെ പച്ചമുളക് ഞാനൊരു 7 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി ഒരു ഇടത്തര സവാള ചോപ്പ് ചെയ്തത്. ഇനി നമുക്കൊരു കുക്കർ എടുത്തിട്ട് എല്ലാ ഇൻഗ്രീഡിയൻസും അതിലേക്ക് ഇട്ട് കൊടുക്കാം. പരിപ്പ് നന്നായിട്ട് കഴുകിയെടുക്കണം. ഇനി പരിപ്പിൻ്റെ അളവ് നിങ്ങൾക്ക് ഒരുപാട് ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ ഒരു 3/4 കപ്പ് അളവിലെടുത്താലും മതിയാവും. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ബൗൾ നിറയെ 3 ബൗളിൻ്റെ അളവിലാണ് ഞാൻ വെള്ളം ചേർക്കുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇത് അടുപ്പത്ത് വയ്ക്കാം. ഇത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. ഒരു 6 വിസിലാണ് എൻ്റെ കുക്കറിൽ ഇതിന് വേണ്ടി വന്നത്. ഇത് ശരിയാകുമ്പോഴേക്കും നമുക്ക് ബീട്രൂട്ടിൻ്റെ പുട്ട് റെഡിയാക്കി എടുക്കാം. സാധാരണ പുട്ടുണ്ടാക്കും പോലെ തന്നെയാണ്, പക്ഷെ ഞാൻ ഒരു വലിയ ബീട്രൂട്ട് മിക്സിയിലൊന്ന് ജ്യൂസാക്കി എടുത്തിട്ടുണ്ട്. അത്രേ ഇതിൽ വ്യത്യാസമുള്ളൂ. നമ്മൾ വെള്ളം നനയ്ക്കുന്നതിന് പകരം ബീട്രൂട്ട് ജ്യൂസാണ് ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ബീട്രൂട്ട് എന്ന് പറയുമ്പോൾ ഫൈബറിൻ്റെ അയണിൻ്റെ ഒക്കെ കണ്ടൻറ്റ് കൂടിയ ഒരു സംഭവമാണ്. അതുമാത്രമല്ല, നമുക്ക് ബ്ലഡ് കണ്ടൻറ്റ് കുറവാണെങ്കിലും ലോ BPക്കോ എല്ലാം വളരെ ഉപയോഗമാണ് ഈ ബീട്രൂട്ട്. കുട്ടികൾക്കും സാധാരണ പുട്ട് കഴിക്കാൻ മടിയുള്ളവർക്ക് ഈ കളർഫുൾ പുട്ട് കാണുമ്പോഴത്തേക്ക് അവർ തീർച്ചയായിട്ടും കഴിച്ചുകൊള്ളും. ഈ മാവ് നന്നായിട്ട് കുഴച്ച് ഒരു 10 മിനിറ്റ് നേരം നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഞാനതൊരു പാനിലേക്ക് മാറ്റി ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം നമുക്ക്. ഇനി നമുക്കിതിനെ ഒന്ന് കടുക് വറുത്തെടുക്കാം. അതിന് ഞാൻ 4-5 ചെറിയ ഉള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ വറ്റൽമുളകും കറിവേപ്പിലയും മല്ലിയിലയൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. എന്നിട്ട് ഈ ചെറിയ ഉള്ളി ഒന്ന് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടണം. എന്നിട്ട് നമുക്ക് വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ ആഡ് ചെയ്യാം. ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് മല്ലിയിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ കറി നമുക്ക് ചപ്പാത്തിയോടൊപ്പം പൂരിയോടൊപ്പം ഒക്കെ കഴിക്കാം. നല്ല ടേസ്റ്റാണ് ഇതിന്. ചോറിനൊപ്പം ഇത് സൂപ്പറായിരിക്കും. നമ്മുടെ പുട്ടിൻ്റെ മാവ് നന്നായിട്ട് കുതിർന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി ആ പുട്ടൊന്ന് റെഡിയാക്കി എടുക്കാം. നമ്മുടെ വെറൈറ്റി ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് നല്ല ചൂട് കോഫിയോടൊപ്പം ഇത് സെർവ് ചെയ്യാം. ഇത് നല്ലൊരു ബെസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കോമ്പിനേഷനാണ്. നിങ്ങളെല്ലാം തീർച്ചയായും ഇത് ട്രൈ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യാൻ മറക്കല്ലേ.